കണ്ണൂരിൽ കോൺഗ്രസ് സമര സംഗമ പരിപാടിയിൽ സുധാകര വിഭാഗത്തിന്റെ പ്രതിഷേധം. പരിപാടിക്ക് തൊട്ടു മുൻപ് സുധാകരന്റെ കൂറ്റൻ ബോർഡ് സ്ഥാപിച്ചു. സുധാകര അനുകൂല മുദ്രാവാക്യം മുഴക്കി പോസ്റ്ററിൽ സുധാകരന്റെ ഫോട്ടോ ഇല്ലാത്തതിനെതിരെ നേരത്തെ പ്രതിഷേധം ഉയർന്നിരുന്നു. KPCC ആഹ്വാനപ്രകാരം കണ്ണൂർ DCC നടത്തിയ സമര സംഗമം ഈ ഒരു പരിപാടിയിലാണ് സുധാകര അനുകൂലികൾ പ്രതിഷേധിച്ചത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സുധാകരൻ പങ്കെടുക്കാതെ കണ്ണൂരിൽ ഒരു കോൺഗ്രസ് പൊതുപരിപാടി നടക്കുന്നത്. എറണാകുളത്ത് ചികിത്സയിലായിരുന്ന സുധാകരൻ ഇപ്പോൾ ഡൽഹിയിലാണ് ഉള്ളത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ്, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയ നേതാക്കളൊക്കെ സംഗമ നഗരത്തിലേക്ക് കടന്നു വരുമ്പോഴും സുധാകരന് അനുകൂലമായി കണ്ണൂരിൽ ഒന്നേ നേതാവുള്ളൂവെന്ന മുദ്രാവാക്യം വിളികളുണ്ടായി. കണ്ണേ കരളെ KSA മുദ്രാവാക്യങ്ങളുമായിട്ടാണ് പ്രവർത്തകർ രംഗത്തെത്തിയത്. പ്രവർത്തകന്റെ ഹൃദയത്താലാണ്, അധികാരത്തിന്റെ ചില്ലുമേടയിലല്ല. KS ഇനിയും തുടരും എന്നാണ് ഫ്ലെക്സ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. സമര സംഗമ വേദിയിൽ സുധാകരന്റെ ചിത്രമില്ലാതെ പോസ്റ്റർ പുറത്തിറക്കിയത് വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇതേ തുടർന്ന് KS അനുകൂലികൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. ജനദ്രോഹ സർക്കാരുകൾക്കെതിരെ സമര സംഗമം എന്ന പ്രതിഷേധ പരിപാടിയുടെ പോസ്റ്ററാണ് വിവാദമായി മാറിയത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനർ അടൂർ പ്രകാശ്, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ, കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരുടെ ചിത്രമായിരുന്നു പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. കണ്ണൂരിന്റെ സ്വന്തം നേതാവായിരുന്ന സുധാകരന്റെ ചിത്രം ഉണ്ടായിരുന്നില്ല. ഇതോടെ പോസ്റ്ററിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി സുധാകരൻ അനുകൂലി ജയന്ത് ദിനേശ് രംഗത്തെത്തിയിരുന്നു. സുധാകരൻ കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരുടെയും ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിന്റെ ജില്ലയിൽ പാർട്ടിയുടെ സമര പരിപാടി നടക്കുമ്പോൾ ആ പോസ്റ്ററിൽ ആ തല ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ ഹൃദയത്തിൽ നിന്ന് ആ മുഖവും പേരും പരിച്ചറിയാൻ കരുത്തുള്ളവർ ആരും തന്നെ ജനിച്ചിട്ടില്ല എന്നായിരുന്നു ജയന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. KS അനുകൂലികളുടെ പ്രതിഷേധത്തെ തുടർന്ന് അദ്ദേഹത്തെയും ഉൾപ്പെടുത്തി പുതിയ പോസ്റ്റർ പുറത്തിറക്കുകയും ചെയ്തു. ഇതിനുശേഷം ഇപ്പോൾ പരിപാടിക്ക് നേതാക്കൾ എത്തിയപ്പോഴാണ് സുധാകരൻ അനുകൂലികൾ പ്രതിഷേധിച്ചത്. കണ്ണൂരിന്റെ പ്രിയ നേതാവായ സുധാകരനെ പാർട്ടി തഴയുന്നു എന്ന വികാരം അണികളിൽ ശക്തമാണ്. എന്തായാലും ഈ ഒരു പരിപാടിയിൽ നിന്ന് സുധാകരനെ ഒഴിവാക്കിയതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നു. കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജൂലൈ 14 ഉച്ചയ്ക്ക് 2 മണിക്ക് കണ്ണൂർ നവനീതം ഓഡിറ്റോറിയത്തിലായിരുന്നു ഇത്തരത്തിൽ സമരസംഗമം നടത്തിയത്. എന്നാൽ ഇതിൽ നിന്നും കണ്ണൂർ MP ആയിട്ട് കൂടിയും സുധാകരനെ ബോധപൂർവം ഒഴിവാക്കിയെന്നാണ് സുധാകര അനുകൂലികൾ പറയുന്നത്. ഇതിനെതിരെ പരസ്യ പ്രതിഷേധവുമായി സുധാകരന്റെ പേഴ്സണൽ സ്റ്റാഫ് അടക്കം രംഗത്തെത്തുകയായിരുന്നു. പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയാലും കോൺഗ്രസുകാരുടെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കാനാകില്ലെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും പ്രതിഷേധത്തെ തുടർന്ന് പോസ്റ്റർ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് പുതിയ പോസ്റ്റർ തയ്യാറാക്കി കണ്ണൂർ DCC പരസ്യപ്പെടുത്തുകയായിരുന്നു.